നമസ്തേ. ഏതാനും കൊല്ലങ്ങൾക്കകം കേരളം സമ്പൂർണ്ണ ആസാദി ആവശ്യപ്പെട്ടേക്കാം. ഹലാൽ ബോർഡുകൾക്ക് വ്യാപകമായി ഉപയോഗിച്ചത് ഒരു തുടക്കം മാത്രം, അപകടകരമായ ഒരു തുടക്കം. എതിർ ശബ്ദങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞു. ഒരു നാടിന്റെ ശബ്ദം ഇന്നത്തെ സാഹചര്യത്തിൽ 90% ഇവിടത്തെ പരമ്പരാഗത മാധ്യമങ്ങളുടെ ശബ്ദമാണ്. ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ 99% ആസാദി അഥവാ ജിഹാദി അനുകൂലികളുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. മുഴുവൻ സമയം പ്രവർത്തകരെ നിയോഗിച്ച് വ്യാജ വാർത്തകളും അർദ്ധസത്യങ്ങളും ന്യായീകരണങ്ങളും കുത്തിനിറച്ച് സമൂഹ മാധ്യമങ്ങളെയും പ്രോ ജിഹാദികൾ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു. പൊതുസമൂഹത്തിന്റെ ശബ്ദമാകേണ്ട ഭരണ പ്രതിപക്ഷ ജനപ്രതിനിധികൾ ഏതാണ്ട് 100% ആസാദികളുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. മിക്കവാറും ദരിദ്രരായ BJPയുടെ എത്ര നേതാക്കൾ അവരുടെ നിയന്ത്രണത്തിൽ ആയെന്നതും ആകുമെന്നതും കണ്ടറിയണം. വലിയ ജനശ്രദ്ധ കിട്ടുന്ന സിനിമാ പ്രവർത്തകരെയെല്ലാം സാമ്പത്തിക കണ്ണികളിലൂടെയും മറ്റു പല സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെയും ജിഹാദികൾ തങ്ങളുടെ മെഗാ ഫോണുകളാക്കി മാറ്റിക്കഴിഞ്ഞു. വഴങ്ങാത്തവരെയും എതിർക്കുന്നവരെയും മാധ്യമങ്ങളുടെ സഹായത്തോടെ വർഗീയവാദികളോ കോമാളികളോ ആയി ചിത്രീകരിച്ച് നിഷ്പ്രഭരാക്കി കഴിഞ്ഞു. കലാസാഹിത്യ മേഖലയും വഴങ്ങുന്നവരെ പ്രോത്സാഹിപ്പിച്ചും അല്ലാത്തവരെ തമസ്കരിച്ചും കൈപ്പിടിയിൽ ഒതുക്കിക്കഴിഞ്ഞു. വാക്സാമർഥ്യവും താർക്കിക നൈപുണ്യവുമുള്ള രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, സുനിൽ ഇളയിടം, കണ്ണൻ ഗോപിനാഥൻ IAS തുടങ്ങി അനേകം ഹിന്ദു നാമധാരികളെ ഹണി അല്ലെങ്കിൽ മണി ട്രാപ്പിലൂടെ തങ്ങളുടെ പിണിയാളുകളാക്കി മാറ്റിക്കഴിഞ്ഞു. എല്ലാം ഹിന്ദുജാതി സംഘടനകളുടെ നേതാക്കളെയും കെണിയിൽപ്പെടുത്തിയും പ്രലോഭനങ്ങളിലൂടെയും ഭീഷണിപ്പെടുത്തിയും വശത്താക്കി കഴിഞ്ഞു. ഈഴവ, നായർ, പുലയ നേതാക്കൾ എന്നുവെച്ചാൽ 90% ഹിന്ദുവിന്റെ ശബ്ദം എന്നർത്ഥം. അവരും ആസാദി അനുകൂലികളായി കഴിഞ്ഞു. പലതരത്തിലും ഉള്ള ക്രിമിനൽ കേസുകളുടെയും തട്ടിപ്പ് കേസുകളുടെയും പീഡന കേസുകളുടെയും സമ്മർദ്ദത്താലും നേരത്തെയുള്ള മോദി അല്ലെങ്കിൽ ഹിന്ദു വിരോധത്താലും 100% ക്രിസ്ത്യൻ സഭകളും ആസാദികൾക്ക് പിന്തുണയേകും. ഭൂമി, കെട്ടിടങ്ങൾ, നിർമ്മാണ മേഖല, വ്യാപാര സ്ഥാപനങ്ങൾ, തൊഴിൽ മേഖലകൾ, പഴം, പച്ചക്കറി, ഇറച്ചി, അരി തുടങ്ങിയവയുടെ വിപണന വിതരണ ശൃംഖലകൾ എല്ലാം ആസാദികളുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. എന്തിന് ഹിന്ദു ക്ഷേത്രങ്ങൾ വരെ കമ്മ്യൂണിസ്റ്റുകൾ വഴി ജിഹാദികൾ കൈപ്പടിയിലാക്കി കഴിഞ്ഞു. ശബരിമലയിൽ നടന്നത് ഹിന്ദു സമൂഹത്തിന്റെ പ്രതികരണ ശേഷിയെ അളക്കാനും പ്രതിരോധ മാർഗങ്ങളെ പരീക്ഷിക്കാനുമുള്ള മോക്ക് ഡ്രില്ലായിരുന്നു. ഹിന്ദു സമൂഹത്തെ കീഴ്പ്പെടുത്തുക എത്രയും നിസ്സാരമായ ഒന്നാണെന്നത് ശബരിമലയിൽ തെളിയിച്ചു കഴിഞ്ഞു. മതരാഷ്ട്രം സ്ഥാപിക്കാൻ തടസ്സം നിൽക്കുന്ന എല്ലാവരെയും സംഘപരിവാറുകാരെന്ന് ആരോപിച്ച് ആക്രമിച്ച് നേരത്തെ കൂട്ടി ഇല്ലാതാക്കും. കത്വ സംഭവത്തിലും ശബരിമലയിലും CAA വിഷയത്തിലും വിജയകരമായി അവരത് നടപ്പിലാക്കി കഴിഞ്ഞു. കത്വ സംഭവത്തിലും കേരളത്തിലെ ഓരോ ഹിന്ദുവും ഭയക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. ശബരിമലയിൽ ഓരോ അയ്യപ്പ ഭക്തനും അവനുവേണ്ടി സംസാരിക്കുന്നവനും ഭയക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. CAAയും ഹിന്ദുവിനെ ആക്രമിക്കുവാനും ഭയപ്പെടുത്താനുമാണ് ജിഹാദികൾ വിനിയോഗിച്ചത്. ഇനി അടുത്തതായി അവർ കേരളത്തിലെ സാമ്പത്തിക രംഗം കൂടുതൽ വഷളാക്കി മാറ്റും. ജനങ്ങൾ പണത്തിനു വേണ്ടി എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന സാഹചര്യമുണ്ടാകും. വിദേശത്തു നിന്നും പണം വന്നു ചേരുന്ന കൂട്ടർക്ക് വഴങ്ങാനും കീഴ്പ്പെടാനും നാട്ടുകാർ നിർബന്ധിതരാകും. അതോടെ അവശേഷിക്കുന്ന എതിർ ശബ്ദങ്ങളും ഇല്ലാതാകും. ഇതുവരേക്കും വിലക്കെടുത്ത ഹിന്ദു നാമധാരികളായ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് രാഷ്ട്രീയക്കാരെ കൊണ്ടും സിനിമ, കലാസാഹിത്യ, സാംസ്കാരിക രംഗങ്ങളിലെ പൊതു വ്യക്തിത്വങ്ങളെ കൊണ്ടുമാണ് തങ്ങളുടെ മതവർഗീയ പദ്ധതികൾ നടത്തിച്ചിരുന്നതെങ്കിൽ അവരുടെ സഹായം ആവശ്യമില്ലാത്ത ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന അതിസമീപ ഭാവിയിൽ അവരെ ഒഴിവാക്കി യൂത്തും മൂത്തും നേരിട്ട് കേരളത്തിൽ വിഘടനവാദവും സ്വതന്ത്ര ഭരണാവകാശവാദവും ഉന്നയിക്കും. കേരളം ഒരു കാശ്മീരോ പലസ്തീനോ ആയി മാറാൻ ഇനി ഏതാനും വർഷങ്ങൾ മാത്രം.